ഈ കേസിന്റെ ഒരു നാൾ വഴിയിലേക്ക് പോയാൽ അനീഷ്, ഇവർ ആത്മഹത്യാ പ്രേരണ കുറ്റം ആദ്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, പിന്നീട് രണ്ടാമതൊരു വിശദീകരണ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. പിന്നാലെ നമ്മൾ കേൾക്കുന്നത് ദീപകിന്റെ ആത്മഹത്യയുടെ വിവരങ്ങളാണ്. പിന്നീട് പോലീസിന് ഇവരെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നോ? ഇവർക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്ന സാഹചര്യം വരെ എത്തിയിരുന്നില്ല. ഇവരെവിടെയാണ് ഉണ്ടായിരുന്നത് എന്നത് പോലീസിന് ബോധ്യമുണ്ടായിരുന്നില്ലേ? തീർച്ചയായും പോലീസിന് ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാവിലെ ഒരു കുറിപ്പ് ഒരു ഗ്രൂപ്പിൽ ഒരു കുറിപ്പ് പോലീസ് ഇറക്കിയിരുന്നു. ഈ യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി യുവതിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. കേസന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു. അവർ പുറത്തേക്ക് പോകാതിരിക്കുന്നതിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ സൂചന ഉണ്ടായിരുന്നു, ഒരുപക്ഷെ അറസ്റ്റ് ഇന്ന് നടന്നേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെയായിരുന്നു അവർക്കെതിരായ മുൻകൂർ ജാമ്യ ഹർജിയിൽ അപേക്ഷ കൊടുത്തത്. നാളെ ഹർജി പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ നാട്ടുകാരൊക്കെ ഉണ്ട്. ആ യുവതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം? സന്തോഷം. കാരണം ഞങ്ങൾ ആണുങ്ങൾക്ക് ഒരു പ്രശ്നമായിരുന്നു, ബസ്സിലും കയറാൻ പറ്റൂല. ഞങ്ങളൊക്കെ ഒരു സംശയ കണ്ണുകളോട് എല്ലാം കാണുന്ന ഒരു അവസരം, ഒരു പണിക്ക് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ പണി കഴിഞ്ഞു വരുന്ന ഒരാളെ ആ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടൊരു വലിയ ഏറ്റവും പ്രതിഷേധമായ ഒരു സമീപനമാണ് ആ സ്ത്രീയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മൊബൈൽ നമ്മളെടുത്തുണ്ട്, പല പെണ്ണുകളും നമ്മളെടുത്തും ചിലപ്പോൾ നമ്മളൊന്നും ഇത് ചെയ്യുന്നില്ല, ഒരുപക്ഷെ അറിയാത്തതോ അല്ല അറിഞ്ഞുകൊണ്ടൊക്കെ ആണെങ്കിൽ പോലും ഇത് വല്ലാത്തൊരു വലിയ ഒരു കാര്യമായി പോയി. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും നല്ല ആളെ കണ്ടാൽ പോലും അങ്ങനെ ചെയ്യും തോന്നുന്നില്ല ഒരാളല്ല. ആളെ വീഡിയോ നമ്മൾ ഒരുപാട് വട്ടം കണ്ട്, അതിലും നമ്മളെന്താകുന്നില്ല അങ്ങനെ ഒരു സമീപനം അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്തോ ആ ആളെ കൊടുക്കാൻ വേണ്ടി ചെയ്തു. അദ്ദേഹം നമ്മൾ വിട്ടുപോവുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് നമുക്ക് എന്താ ക്ഷമിക്കാനുള്ള കഴിവ് നൽകേണ്ടത് പ്രാർത്ഥിക്കാം. അല്ലാതെ അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് ബസ്സിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലെ കാര്യം അല്ല, അങ്ങനെ പറയാൻ പറ്റും. അബദ്ധത്തിൽ കൈതട്ടിയപ്പോൾ നമ്മൾ കേസിലായി പോകുന്നൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഒരിക്കലും ഇനിയിപ്പോൾ നമ്മൾക്ക് എത്രയോ ശ്രദ്ധിക്കണം. എനിക്ക് പറയാനുള്ളത് ബസ്സിലൊക്കെ രണ്ട് പാർട്ടീഷൻ ചെയ്തേക്കാം. എന്നാൽ ആണുങ്ങൾ അങ്ങോട്ടും പെണ്ണുങ്ങൾ ഇങ്ങോട്ടായി കഴിഞ്ഞാല് ഒരു പ്രശ്നമില്ലല്ലോ. അത്രയ്ക്കൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനത്തെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഇങ്ങനെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണല്ലോ. റേഷൻ കാർഡ് അവരുടെ പേരിലായി അന്ന് മുതലുള്ള ആണുങ്ങളുടെ സാപ എല്ലാവരും ബസ്സിൽ പോകുമ്പോൾ പ്രശ്നമില്ലുണ്ടോ? എല്ലാവരും പ്രശ്നമൊന്നുമില്ല. എന്നാലും ആണുങ്ങൾക്ക് പേടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഒരു രക്ഷയില്ല. ഒരച്ഛനമ്മയ്ക്കുണ്ടായ നഷ്ടം ഇനി ആർക്ക് നികത്താൻ പറ്റും? റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മില്യൺസ് കൂട്ടാൻ പറ്റും. ഒരാളെ ജീവനാണ് നഷ്ടപ്പെടുത്തിയാക്കുന്നത്. പുരുഷന്മാർക്കും ജീവിക്കേണ്ട ഈ സമൂഹത്തില്. അല്ലാതെ ഇവര് ബസ്സിൽ കയറി എന്ന് പറഞ്ഞ ഒരു പുരുഷനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. അച്ഛനമ്മയ്ക്ക് ഇനി ആര് നഷ്ടം നികത്താൻ നഷ്ടം? അറസ്റ്റ് ചെയ്തു എന്നാണ് അതിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതെ, ഇപ്പൊ ഇത് കണ്ടില്ല. ഇനിയിപ്പോ ഇത് ഇവിടുന്ന് കോടതി ഹാജരാക്കും. അവിടുന്ന് പിന്നെ വളരെ പുല്ലുപോലെ ഇറങ്ങിപ്പോരും. ശരിക്കും അറബ് രാജ്യത്തെ പോലത്തെ നിയമ സംവിധാനങ്ങൾ ഇവിടെ വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു വക്കീലിനെ വെച്ചിട്ട് ഇറങ്ങിപ്പോരും. ഇപ്പൊ അയാൾ നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇനി അതുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതാണ്. ഈ പുരുഷന്മാരെല്ലാവരും മര്യാദരാമന്മാരൊന്നും അല്ല ബസ്സിൽ പോകുന്നത്. എല്ലാവരും നല്ലവരാണെന്നും പറയുന്നില്ല. അതിലുണ്ട് പുഴുക്കുത്തുകളുണ്ട് അതിലും. പക്ഷെ അയാളെ പോലുള്ള ഒരാള് അയാൾ മാറി നിന്നിട്ട് പോലും ഈ പെൺകുട്ടിക്ക് അയാളുടെ അടുത്ത് മോശം അഭിപ്രായം ഉണ്ടായിരുന്നില്ല, അവിടുന്ന് മാറി നിൽക്കായിരുന്നു. ആ ബസ്സിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി ചെയ്തെന്താ? അയാൾ അടുത്തേക്ക് പോയിട്ട് അയാളുടെ മനഃപൂർവ്വം അയാളെ മേത്ത് കൈതട്ടിയിട്ട് അതിൽ മൊബൈലിലെടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? അയാൾക്ക് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റാണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു പോയി. അയാൾ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെയുള്ള റീച്ച് കൂട്ടാൻ വേണ്ടി എടുക്കുന്ന പെൺകുട്ടികൾക്കല്ല ഇതൊരു പാടാണ്. ഇനി നാളെ അവർ ചെയ്യരുത് ഇങ്ങനെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമാവധി ശിക്ഷ എന്താണ് കൊടുക്കാനുള്ളത് അത് ഉത്തരവാദിത്തപ്പെട്ട അവരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും മറ്റൊരു വിഷയം ചർച്ച ചെയ്യാനുള്ളത്, ഇവിടെ ഇപ്പോൾ ഈ ഒരു വിഷയം ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ പോലത്തെ ചാനൽക്കാരെ രംഗത്ത് വന്നത്. മറിച്ച് ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്ത് അദ്ദേഹം ജയിലിലേക്ക് പോകേണ്ടതാണ്. അതും കൂടിയും ഈ ചാനൽക്കാർ വളരെയധികം വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആത്മഹത്യ ചെയ്തുകൊണ്ട് നിങ്ങളെ പോലത്തെ എല്ലാവരും രംഗത്തിറങ്ങി, അല്ലെങ്കിൽ നിങ്ങളൊക്കെ സൈലന്റ് ആയിക്കും, ഞങ്ങളെ പോലത്തെ ആളുകൾ വിഡ്ഢികളാവും. അപ്പൊ അതിനുള്ള അത് ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങളെ പോലത്തെ പുരുഷന്മാർക്കുള്ള ഒരു സംവിധാനം, ഒരു സുരക്ഷത ഈ സർക്കാരിനും അത് ഉത്തരവാദിത്തപ്പെട്ട കോടതിയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നോ? വീഡിയോ വഴിയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും തോന്നുന്നു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈ വാർത്ത? ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ആ ഫുട്ടേജല്ലേ കാണുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടി അയാൾ നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ആ വീഡിയോയിൽ അങ്ങനെ തോന്നുന്നില്ല. സംഭവിച്ചത് നമുക്കൊരു വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല.
എങ്ങനെയാണ് ആ യുവതിയെ അറസ്റ്റ് ചെയ്തത് പോലീസ്? ആ യുവതി അറസ്റ്റിലായിട്ടുണ്ട്. വീഡിയോ ഒക്കെ കണ്ടിരുന്നത് എന്താന്ന് തോന്നിയത്? ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഇനി ഒരാൾക്ക് അങ്ങനെ ഒരു ഇത് പറ്റരുത്. അമ്മന്റെ മനസ്സും ആ കരച്ചിലും കണ്ടപ്പോൾ ആകെ പതറിപ്പോയിട്ടുണ്ട്. കാരണം എനിക്ക് അഭിമാനം സഹിക്കാൻ പറ്റാനിട്ടല്ലോ ഇത് ചെയ്തത്. പിന്നെ ഒരു ആൺകുട്ടിയൊക്കെ ഇങ്ങനെ ഒരു ഗതി വരരുത്. അല്ല, ഇങ്ങനെ ബസ്സിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ മോശം പെരുമാറ്റം ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറുണ്ട്. അതിനുള്ള പ്രതിനിധി ഉണ്ടല്ലോ, പോലീസിനെ ഏൽപ്പിക്കുക, കണ്ടക്ടറോട് പറയുക, അങ്ങനെയൊക്കെ ഒരു വാണിംഗ് ആദ്യം കൊടുക്കണ്ടേ, എന്നിട്ടല്ല ഇങ്ങനെ ഇതിലെല്ലാം ഇടേണ്ടത്. എത്രയോ ആൾ കണ്ട്, ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതി വരരുത്. നിങ്ങൾക്കാണ് കണ്ടതെങ്കിൽ ആ രീതിയിലാണ് ചെയ്യാൻ കാര്യങ്ങൾ. നമ്മളതേ ചെയ്യുള്ളൂ. അതങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമുക്കൊക്കെ. അപ്പൊ കണ്ടക്ടറോട് പറയും, ആദ്യം ഓരോട് പറയും, പിന്നെ കണ്ടക്ടറോട് പറയും. അങ്ങനെയല്ല അതിന്റെ ഒരു ഇങ്ങനെ മോശം പെരുമാറ്റം ബസ്സിൽ പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. എന്താ ചെയ്തത്? ഉണ്ടായിട്ട് നമ്മൾ കണ്ടക്ടറോട് പറയല്ലേ, ഓരോട് പറയുന്നു മാറി നിൽക്കുന്ന അറിയും. അപ്പൊ ഒരു മാറി നിൽക്കും. ഇല്ലെങ്കിലല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ഇത് അങ്ങനെ ഒരാളെ കുറവിലാക്കരുതല്ലോ. അല്ല, വീഡിയോ എടുക്കുന്നതിൽ തെറ്റില്ല. വീഡിയോ എടുക്കുന്നത് തെറ്റാണ്. തെറ്റാണ്. അത് തെറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആൺകുട്ടി അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ തോന്നില്ല. ഇല്ല. ഓൾ ഓന്റെ അടുത്തേക്ക് വരുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത്. വീഡിയോ കൊണ്ട് ഓന്റെ അടുത്തേക്ക് വരുന്ന മാതിരിയാണ് തോന്നിയത്. വീഡിയോ എടുക്കാൻ വേണ്ടി മനഃപൂർവ്വം വന്നത് പോലെ നമുക്ക് തോന്നിയത്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ ഇതുപോലെ തന്നെ പിടിക്കണം. ഇങ്ങനെ സമൂഹത്തിലെ കോളെ വിടരുത്. ഭൂമിക്ക് ഭാരാണ്. അമ്മാര് സ്ത്രീകളെ ഭൂമിക്ക് ഭാരമായിട്ടാണ് തോന്നുന്നത്. അമ്മാരൊന്നും വെച്ചക്കരുത്. കഠിനമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതന്നെ അത്ര. ഇത് എല്ലാവരും അങ്ങനല്ല, വളരെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചെയ്യുന്ന ആൾക്കാർക്കാണ് അമ്മ ശിക്ഷ കൊടുക്കേണ്ടത്. മറ്റുള്ളവങ്ങൾ നമ്മളിങ്ങനെ പ്രതികരിക്കണം, ഒന്നുകിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം, അല്ലെങ്കിൽ ബസ്സിലൊക്കെ ആച്ചാൽ ബസ്സിലെ കണ്ടക്ടറോടോ ഡ്രൈവറോടോ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പറയണം. എന്തായാലും ശ്രീജ, ഇതാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണങ്ങൾ. ഇപ്പോൾ തന്നെ നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാതൃകാപരമായ ശിക്ഷ ഇക്കാര്യത്തിൽ ഉണ്ടാവണം. നമ്മൾ ഇവിടെ കണ്ടതിൽ ഒരു 90% അല്ലെങ്കിൽ അതിലധികം ആളുകൾ, പൂർണ്ണമായും ആളുകൾ ഈ യുവതിയെ കുറ്റപ്പെടുത്തി തന്നെയാണ് നിൽക്കുന്നത്. ബസ്സിലൊക്കെ പോയപ്പോൾ തങ്ങൾക്കും മോശം അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ത്രീകൾ പറയുന്നു. പക്ഷേ അത് നേരിടേണ്ട രീതി ഇതായിരുന്നില്ല. അതിനെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യണമെന്നായിരുന്നു പറയുന്നത്. എന്ത് തോന്നുന്നു? ആ യുവതി അറസ്റ്റിലായിരിക്കുകയാണോ? അറസ്റ്റിലാവണം. ഇനി നാളെ ഒരു സഹോദരന് ഈ ഗതി വരരുത്. നിങ്ങളൊക്കെ സ്ത്രീകളല്ലേ? സ്ത്രീകളെ പിന്തുണയ്ക്കുകയല്ലേ? പിന്തുണയ്ക്കല്ല, തെറ്റ് തന്നെ. ആരായാലും തെറ്റ് തന്നെയാണ്. അതെന്താ തെറ്റാന്ന് പറയാൻ കാരണം? ആ സ്ത്രീ ചെയ്തത് അത് നമ്മൾ വീഡിയോ കണ്ടിട്ട് അത് എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ കാണുന്നേരം നമുക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് അവൾ ചെയ്ത തെറ്റ് തന്നെ. ആ വീഡിയോ വിശ്വസിക്കാൻ പറ്റുന്ന വീഡിയോ അല്ല. അല്ല, ഒരിക്കലും അല്ല. നിങ്ങളൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ? നമ്മുടെ നാട് അത്ര നല്ലതാണ്. പ്രതികരിക്കണം, അപ്പൊ തന്നെ പ്രതികരിക്കണം. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യാറ്? തീർച്ചയായിട്ടും. ഞാനൊക്കെ പിന്നെ സേഫ്റ്റി പിന്ന് വരെ വെച്ചിട്ട് കുത്താറുണ്ട്. അത് പ്രയോഗിക്കും. സുരക്ഷ. അതെ. അപ്പൊ തന്നെ മറ്റുള്ള ആളുകളോട് പറയണോ? അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണോ? എങ്ങനെ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.